കാലവർഷം കടുത്തതോടെ വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിലെ കൃഷികൾക്ക് വ്യാപക നാശനഷ്ടം. വെട്ടിക്കവല പഞ്ചായത്തിലെ കോക്കാട് നോർത്ത്, ചിരട്ടക്കുളം എന്നിവിടങ്ങളിലാണ് മഴയിലും കാറ്റിലും കൃഷിനാശം സംഭവിച്ചിരിക്കുന്നത്. റബ്ബറും മരച്ചീനിയുമാണ് കടപുഴകിയവയിൽ ഏറെയും. മഴയോടൊപ്പമുള്ള ശക്തമായ കാറ്റാണ് നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ കാരണം. വിളവെടുക്കാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഈ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത്. കോക്കാട് സന്തോഷ് ഭവനിൽ സന്തോഷിന്റെ ഒരേക്കർ മരച്ചീനി കൃഷിയിലെ 70ഓളം മരച്ചീനികളും കോക്കാട് ഉഷസ് വീട്ടിലെ മോഹനന്റെ 15ഓളം റബ്ബറുകളുമാണ് ശക്തമായ കാറ്റിലും മഴയിലും നശിച്ചത്. താഴ്ന്ന കൃഷിയിടങ്ങളിൽ വ്യാപകമായി വെള്ളം കെട്ടിക്കിടക്കുകയാണ്. പല കൃഷിയിടങ്ങളിലും മഴ പെയ്ത് തോടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. കാലവർഷം ഈ രീതിയിൽ തുടർന്നാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ നാശനഷ്ടമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കർഷകർ ഭീതിയിലാണ്. ഏതാണ്ട് 60ഓളം മരച്ചീനിയും വാഴയും തൊട്ടടുത്ത പുരയിടങ്ങളിലെ റബ്ബർ അടക്കം നശിച്ച ഒരവസ്ഥയുണ്ട്. വലിയ ഓഫീസുകളിൽ നിന്ന് വന്ന് തുച്ഛമായ തുകകളാണ് ഇതിനുവേണ്ടി ധനസഹായം തരുന്നത്. എന്നാൽ അതിൽ കൂടുതൽ തുക കിട്ടേണ്ടുന്ന കർഷകർ വലിയ തുക മുടക്കിയാണ് കൃഷി ചെയ്യാറുള്ളത്. അതിനനുസരിച്ചുള്ള ഒരു നഷ്ടപരിഹാരവും ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് ലഭിക്കുന്നില്ല. ഞാൻ മാത്രമല്ല, ഒരുപാട് കർഷകർക്ക് ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ ഇത്തവണത്തെ ഈ കാലവർഷക്കെടുതിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. കാലവർഷം വളരെ സാധാരണക്കാരൻ്റെ ജീവിതം വഴിമുട്ടിക്കുന്ന രീതിയിലായിട്ടുണ്ട്. വളരെ കൃഷിനാശങ്ങളും മഴ പെയ്യുന്നുണ്ടെങ്കിലും ജലക്ഷാമം തീർന്നിട്ടില്ല. അതുപോലെ തന്നെ തൊഴിൽ മേഖല എന്നെ സ്തംഭിച്ചിരിക്കുക. എല്ലാ ഭാഗങ്ങളിലും കൃഷിനാശങ്ങളാണ് കൂടുതലായിട്ട് സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തൊഴിൽ മേഖല സാധാരണക്കാരന് മറ്റൊരു കൂലിവിലയ്ക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.